സോ ഹായ് ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രോഡേ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ഇന്നത്തേക്കുള്ള അനാലിസിസ് ആണ്. ഓക്കെ, സോ ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, ഒത്തിരി ബിസി ആയിപ്പോയി. സോ അതുകൊണ്ട് നേരെ കിട്ടിയില്ല. ഇന്ന് ഇത് ഒന്ന് വേഗം അനാലിസിസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. സോ ഇന്നലെ ബാക്കിയെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. നമ്മുടെ ഷോർട്ട് ടേം പാറ്റേൺ നോക്കിയായിരുന്നല്ലോ ഇത്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഒരു ഇതിൻ്റെ ഫോളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. സോ ഫോൾ സ്റ്റിൽ ഫുൾ ആയിട്ടില്ല, ബാക്കി ലെവൽസൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ഇത് കൊണ്ടോ റെസിസ്റ്റൻസ് ഷെയർ ചെയ്തായിരുന്നു, റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ സ്റ്റിൽ കുറച്ചുകൂടി മോർ ഫോളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം നമുക്ക് ഇന്ന് എങ്ങനെ കുറച്ചുകൂടി ഫോൾ വരുന്നുണ്ടോ ഇല്ല. റെസിസ്റ്റൻസ് സ്റ്റിൽ ഇത് തന്നെ ആയിരിക്കുള്ളൂ. 24,700 ആണ് ഇപ്പോൾ. ഓക്കെ, അത് റെഡ് ലൈനാക്കി മാർക്ക് ചെയ്യുക. ആൻഡ് അതിന് മുന്നേ ഒരു റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, യെസ്, ഇത് റെസിസ്റ്റൻസ് ഒരു ഇതായിട്ട് മാറി. ഓക്കെ, യെസ്, ഇതൊരു റെസിസ്റ്റൻസ് കൂടി. സോ വേഗം ഫിബൊനാച്ചി വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഒരു ഫിബ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫിബൊനാച്ചി നിങ്ങൾ മാറ്റില്ല, ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, സോ എത്ര വരെ ഫോൾ വരുന്നു അതൊന്നും നമ്മൾ നോക്കണം. ഓക്കെ, ഇന്ന് ഫോൾ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ യെസ്, ഈ ഡേ ഹൈ 24,785, ദെൻ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് വീണ്ടും ആക്റ്റീവ് ആകും. ഓർ അല്ലെങ്കിൽ താഴേക്ക് ഫോൾ വരേണ്ടതാണ്. ആ ഫോൾ എവിടെ വരെ വരുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ ഫിബൊനാച്ചിയുടെ ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്താൽ കുറച്ചുകൂടി ഐ തിങ്ക് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ബാക്കി ഫോളോ വരട്ടെ, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആവുള്ളൂ. ഇനി പറയാനുള്ളത് മെയിൻ എനിക്ക് ഞാനിവിടെ മുകളിൽ എടുത്തിട്ടുണ്ട് റൂൾ ഓഫ് ഇക്വാലിറ്റി. അതനുസരിച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേവ്സ് 1, 2, 3 and 4. ഓക്കെ, സോ ഇത് ശരിക്കും നിങ്ങൾക്ക് ഒത്തിരി ലാസ്റ്റുള്ള ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഈ ഡേറ്റ് ആൻഡ് ടൈം പ്രൈസ് ഇങ്ങനെ എടുക്കുക. ഇതെടുത്താൽ നമ്മുടെ ഈ ഒരു ഫോൾ, ഓക്കെ, സോറി, ഈ ഒരു കയറ്റം ഇത് മുകളിലേക്ക് കയറി വന്നില്ല. യെസ്, ഓക്കെ, ഇതിൻ്റെ നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ യെസ്, ഇതിങ്ങനെ ഈ ബാർസ്, ഇത്ര ബാർസാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ഓൾമോസ്റ്റ് 36 ബാർ ഇതിവിടെ മുകളിൽ കാണാൻ പറ്റും നമുക്ക്. 36 or 37 ബാറാണ് ഏകദേശം എടുത്തേക്കുന്നത്. ഓക്കെ, സോ ഈ റൂൾ ഓഫ് ഇക്വാലിറ്റി അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും സെയിം, ഇത് ഓർ ഇത്ര തന്നെയാണ്. നെക്സ്റ്റ് ഇത് എടുക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത്ര തന്നെ ഓർ ഹാഫെങ്കിലും എടുക്കണം. ഹാഫും എടുക്കാം, അല്ലെങ്കിൽ ഡബിൾ സെയിം തന്നെ എടുക്കാം, തന്നെയാണ് വരുന്നത്. സോ അതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റൂൾ ഓഫ് ഇക്വാലിറ്റി അനുസരിച്ച് സോ ഇന്ന് മൂവ്മെൻറ്റ് വരേണ്ടതാണ്. താഴേക്കാണോ മുകളിലേക്കാണോ, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ആൻഡ് ഹൈ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇന്ന് മൂവ് വരേണ്ടതാണ്. റീസൺ 1 hour ചാർട്ടിനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. സോ ഇന്ന് ഓൾമോസ്റ്റ് ഉച്ചയ്ക്കാണ് ഇത് കാണുന്നത്. ഓക്കെ, 2:15 ഹാഫ് ആകുമ്പോഴത്തേക്ക് ഉണ്ടോ, ഇത് ഹാഫാണ്. ഈ ഡാർക്ക് ബ്ലൂ ലൈൻ ഹാഫാണ്. ഇത് ഫുള്ളായിരുന്നു, ഇത് ഹാഫാണ്. സോ ഇന്ന് മൂവ് വരേണ്ടതാണ്, വലിയ ഇതില്ല. സോ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി റൂൾ ഓഫ് ഇക്വാലിറ്റിയുടെ വേഗം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂടെ. ഓക്കെ, സോ മൂവ് എക്സ്പെക്ട് ചെയ്യുക. ഫസ്റ്റ് ഡൗൺ സൈഡാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് മൂവ് ഡൗൺ സൈഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ലെവൽസ് ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഈ ലോ ബ്രേക്ക് ആയില്ലെങ്കിൽ പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് തന്നെ കയറി പോകും. ഏത് ലോ? ഈ ഒരു ലോ. ഓക്കെ, ബാക്കി ലെവൽസൊക്കെ എല്ലാം നിങ്ങളുടെ കൂടെ ഞാൻ കറക്റ്റായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി ഇത് തന്നെ പീനൻറ്റ് ഇത് കണ്ടോ, പീനൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കണ്ടോ, പീനൻറ്റ് തന്നെ ബ്രേക്ക്. സെക്കൻഡ് ഡൗൺ സൈഡാണ്, സെക്കൻഡ് വേവ് ആണ്. ഫസ്റ്റ് ഇത് ഡൗൺ സൈഡ്, രണ്ടാമത്തെ വേവ് താഴേക്കാണ് വരേണ്ടത്. താഴേക്ക് വരാനുള്ള അതിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ്. ഓക്കെ, നിയറസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ, സ്മോളസ്റ്റ്. ഓക്കെ, ഈ ഒരു ലോ ഇത് ചെറിയ സപ്പോർട്ടാണോ, ഇവിടുന്ന് റിവേഴ്സ് ആവാൻ ചാൻസസ് വളരെ കുറവായിരിക്കും. ബട്ട് ചെറിയൊരു സപ്പോർട്ട് എടുക്കും. ഇതൊരു റേഞ്ച് ആണെന്ന് പറയാം. ഓക്കെ, ഇത് റേഞ്ച് ഓർ എം പാറ്റേൺ കണ്ടോ, എം പാറ്റേൺ കൂടി ഫോം ആവുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ നെക്ക് ലൈൻ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരും പ്രൈസ്.
സോ രണ്ടിൽ ഫസ്റ്റ് ഡൗൺ സൈഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ബാക്കി മാർക്കറ്റാണ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റായിട്ട്. ഓക്കെ, വേറെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി ഇത് നമ്മുടെ ഒരു നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. നമ്മുടെ ഒന്ന് രണ്ട് പേര് കറക്റ്റ് ഇങ്ങനെ റെഗുലർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സോ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇത്, കറക്റ്റ് അവിടുന്ന് റിജക്ഷൻ ആണ് എടുത്തേക്കാനെ. ഓക്കെ, ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് മാറും, ഈ ഒരു ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് മാറും. യെസ്, ഇത് ഓക്കെ സപ്പോർട്ടായിട്ട് മാറും. ബാക്കി ഇതിൻ്റെ ഇടയിലാണ് ഉള്ളത്. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും മിഡ് ക്യാപ് നിഫ്റ്റി. സോ ഇതിൻ്റെ ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ലായിട്ട് ഇവിടെയും നിന്നില്ലെങ്കിൽ പിന്നെ വരുന്നത് ഇതൊരു ഒ ബി ആണ്, ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു റെഡ് ബോക്സ് ഉണ്ടോ, ഇത് ഒ ബി ആണ് ഇത്. ഓക്കെ, അതുകൂടി ബ്രേക്ക് ആയി പിന്നെ താഴത്തെ ലെവൽ ഇത് ആക്റ്റീവ് ആകും, താഴത്തെ ലെവൽ പിന്നെ ഇത് ഒരു ആക്റ്റീവ് ആകും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 hour ചാർട്ടിൽ റെസിസ്റ്റൻസ് 1 hour ചാർട്ടിൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. 1 hour ചാർട്ടിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, അതുകൂടി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ആയാൽ ദെൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതായിരിക്കുള്ളൂ. ഇതിൻ്റെ അഭാവം ഞാനിപ്പോൾ ഇത് കാണുന്നില്ല, ഇത്ര റെസിസ്റ്റൻസ് ഇതിനകത്തേ ഉള്ളൂ. ഓക്കെ, സോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ശ്രദ്ധിച്ചാൽ താങ്ക് യു.